അങ്ങനെ ഏകദേശം 1200 സീറ്റുകളൊക്കെ ഉള്ള കവിതാ തിയേറ്ററിൽ രാവണപ്രഭുവിൻ്റെ ഫാൻസ് ഷോ. ഇതിൻ്റെ റീ റിലീസ് ആക്ച്വലി നാളെയാണ്, പക്ഷേ ഇന്ന് നടക്കുന്നത് ഫാൻസ് ഷോ ആണ്. ആ ഫാൻസ് ഷോയുടെ ആഘോഷമാണ് നമ്മളിപ്പോൾ കാണാൻ പോകുന്നത്. പുറത്ത് ഡി ജെ വെച്ച് എല്ലാവരും ആഘോഷിക്കുന്നു. അകത്തെ ആഘോഷം ഇവിടെ തുടങ്ങാൻ പോവുകയാണ്. മോഹൻലാൽ ഫാൻസ് എറണാകുളം യൂണിറ്റിന്റെ ഭാഗമായിട്ട് ഒരു 3 മിനിറ്റ് മോഹൻലാൽ എന്ന നടനെ, ലാലേട്ടൻ എന്ന താരത്തെ സെലിബ്രേറ്റ് ചെയ്യുന്ന ഒരു 3 മിനിറ്റ് വീഡിയോ അതങ്ങ് പ്ലേ ചെയ്തു. അത് പ്ലേ ചെയ്തപ്പോൾ ദേവാസുരത്തിലെ സീൻസിൽ തുടങ്ങി. പിന്നെ അത് ചെന്ന് നിന്നത് നിങ്ങൾ തന്നെ കണ്ടറിയുക. ആ ഒരു വീഡിയോയുടെ ആഘോഷം അത് കണ്ടറിയുക. അതിനുശേഷമാണ് രാവണപ്രഭുവിന്റെ ആഘോഷം തുടങ്ങുന്നത്.
ഒരു പഴയ പടം റീ റിലീസ് ചെയ്യുന്നു, അതിന് തിയേറ്ററിൽ നടക്കുന്ന ആഘോഷം അത് കവർ ചെയ്യാൻ വേണ്ടി മീഡിയ എത്തുന്നു. അത് ഓൺലൈൻ ചാനലുകളല്ല, യഥാർത്ഥത്തിലുള്ള റിപ്പോർട്ടർ പോലുള്ള മെയിൻ മീഡിയാസ് ഇവിടെ വരികയാണെന്നുണ്ടെങ്കിൽ അത് ഏത് നടന്റെ ആയിരിക്കുമെന്ന് ഞാൻ പ്രത്യേകം പറയേണ്ട ആവശ്യമില്ലല്ലോ. മീഡിയയിൽ വന്നപ്പോഴുള്ള ഫാൻസിന്റെ റെസ്പോൺസ് ആണ് ഈ കാണുന്നത്. രാവണപ്രഭു എന്ന സിനിമയുടെ ആഘോഷം അത് ഇവിടെ തുടങ്ങുകയാണ്. നല്ല കട്ടക്കിരുന്നാലേ നിനക്കും ആർണോൾഡ് ഷ്വാസ്നഗറിനും ഒക്കെ ഫീൽഡിൽ പിടിച്ചിരിക്കാൻ പറ്റും. അങ്ങനെ ഈ വർഷം ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്ത ഒരു റീ റിലീസും കൂടി കഴിഞ്ഞിരിക്കുകയാണ്. ഈ 2025 ഈ വർഷത്തിൽ ഛോട്ടാ മുംബൈക്ക് ശേഷം ഇതുപോലെ എൻജോയ് ചെയ്ത ആഹ്ലാദിച്ച ഒരു റീ റിലീസ് വേറെ ഉണ്ടായിട്ടില്ല. ടിപ്പിക്കൽ ആഘോഷമാണ്. 2.25-3 മണിക്കൂർ നിറഞ്ഞ ആഘോഷം, ഫുൾ ഓൺ പോസിറ്റിവിറ്റി. അതുപോലെയാണ് തിയേറ്ററിൽ, നിങ്ങൾ കണ്ടാൽ ഇത് മനസ്സിലാവും. ഈ രാവണപ്രഭു ഒറിജിനൽ റിലീസ് ഇതേ കവിതാ തിയേറ്ററിൽ ഇതേപോലെ കണ്ട ഒരാളാണ് ഞാൻ. ആ ഒരു നൊസ്റ്റാൾജിയ തുടങ്ങിയ കാര്യങ്ങളെല്ലാം നമ്മൾ ഒരുപാട് സന്തോഷിക്കുമ്പോൾ നമുക്ക് ഓട്ടോമാറ്റിക്കലി ആ ഒരു സന്തോഷത്തിന്റെ കണ്ണീരാണോ എന്താണെന്ന് അറിയില്ല. അപ്പോൾ വീണ്ടും ഒരു റിലീസ് കൂടെ വരട്ടെ.